BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ പ്രിയങ്ക ഗാന്ധി എന്ന പുതിയ നേതൃമുഖം കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ സൂചനകളാണ് ശൈത്യകാല സമ്മേളനത്തിൽ ദൃശ്യമാകുന്നത്. സഭാ നടപടികൾക്ക് ശേഷമുള്ള ചായ് പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുൻനിരയിൽ പ്രിയങ്ക ഗാന്ധി ഇടം പിടിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതിനു ശേഷമുള്ള പരമ്പരാഗത ചായ് പേ ചർച്ചയിൽ സ്പീക്കറും പ്രധാനമന്ത്രിയും മുൻനിരയിലിരിക്കുന്നത് സാധാരണമാണെങ്കിലും പ്രിയങ്ക ഗാന്ധി വാദ്രയും അതേ നിരയിൽ ഇരുന്നു കൊണ്ട് ചായ കുടിച്ചത് പ്രത്യേകം ശ്രദ്ധ നേടിയിരുന്നു. സുപ്രിയ സുലെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പിന്നിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ പ്രിയങ്കയ്ക്ക് പ്രമുഖ സ്ഥാനം ലഭിച്ചു. സ്വന്തം നിയോജക മണ്ഡലമായ വയനാടിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രിയങ്ക സൗഹൃദപരമായ സംഭാഷണം നടത്തിയതായും സൂചനകളുണ്ട്. ചില അനൗപചാരിക ചായ സദസ്സുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സഹോദരൻ രാഹുൽ ഗാന്ധിയിൽ നിന്നും വ്യത്യസ്തമായി പൊതുവേദികളിലെയും രാഷ്ട്രീയ രംഗത്തെയും സാന്നിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രിയങ്കയുടെ ധാരണയെ ഇത്തരം പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നു. വയനാട്ടിലെ ദേശീയപാതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രിയങ്ക ഗാന്ധി നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലിനെ പിറ്റേ ദിവസമാണ് ഈ ചായ് പേ ചർച്ചയിലെ പ്രിയങ്കയുടെ പ്രമുഖ സാന്നിധ്യമുണ്ടായത്. കേന്ദ്രമന്ത്രിയുടെ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ഉടനെ ക്ഷണം ലഭിച്ചത് പാർട്ടികൾക്കിടയിലുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രിയങ്കയുടെ കഴിവിന് അടിവരയിടുന്നു. രാഹുൽ ഗാന്ധി വിട്ടുനിന്നപ്പോൾ പ്രിയങ്ക പാർലമെന്റിൽ കാര്യമായ നേതൃത്വം ഏറ്റെടുത്തു. എല്ലാ ദിവസവും രാവിലെ 9:30 എത്തുകയും പരമാവധി സഭാ നടപടികളിൽ പങ്കെടുക്കുകയും മാധ്യമ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ചർച്ചകളിൽ മുമ്പ് ഒഴിവാക്കപ്പെട്ടതായി തോന്നിയ മനീഷ് തിവാരി, ശശി തരൂർ തുടങ്ങിയ വിമത ശബ്ദങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള തീരുമാനം അവരുടേതായിരുന്നു. പരിചയസമ്പന്നരായ ഈ നേതാക്കളെ ഒഴിവാക്കുന്നതിലൂടെ പാർട്ടി BJPക്ക് അവസരം നൽകുകയാണെന്ന് പ്രിയങ്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകണം. ശാന്തി ബിൽ പോലെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് തിവാരി സഭയിൽ സംസാരിച്ചു. പാർട്ടിയിൽ തരൂരിന്റെ ഒറ്റപ്പെടൽ അവസാനിച്ചതായുള്ള സൂചനയും വരുന്നുണ്ട്. അദ്ദേഹം VBG റാംജി ബില്ലിനെ കുറിച്ച് സംസാരിക്കുകയും നാഷണൽ ഹെറാൾഡ് വിഷയത്തിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. അമ്മ സോണിയാഗാന്ധിയെ പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ ശൈലിയിൽ വിശ്വസിക്കുന്നതായി തോന്നിപ്പിക്കുന്ന പ്രവൃത്തികളാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ BJPക്ക് രാഷ്ട്രീയ ആയുധങ്ങൾ നൽകുന്നില്ല എന്ന് പ്രിയങ്ക ഉറപ്പാക്കുന്നുണ്ട്. ലോക്സഭയിൽ വന്ദേമാതരം പോലുള്ള വികാരപരമായ വിഷയങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ പ്രിയങ്ക മടിക്കുന്നില്ല. BJPയുടെ രാഷ്ട്രീയ ആയുധങ്ങളെ അതേ നാണയത്തിൽ നേരിടുന്നതിനൊപ്പം തന്നെ ഭരണപക്ഷ നേതാക്കളുമായി ക്രിയാത്മകമായ ചർച്ചകൾക്ക് വഴി തുറക്കാനും അവർ ശ്രമിക്കുന്നു. ഇത് പല പാർട്ടി അംഗങ്ങളും കൈകാര്യം ചെയ്യാൻ വിമുഖത കാണിച്ച വിഷയമാണ്. ശൈത്യകാല സമ്മേളനം അവസാനിക്കുമ്പോൾ കോൺഗ്രസിലെ 2 ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നത് അവഗണിക്കാനാവാത്തതായി മാറുകയാണ്. രാഹുൽ പ്രത്യയശാസ്ത്രപരമായ പ്രചാരണങ്ങളുടെ മുഖമായി തുടരുമ്പോൾ പാർട്ടിയുടെ തന്ത്രപരമായ ആസൂത്രണവും ദിനം പ്രതിയുള്ള നടത്തിപ്പും പ്രിയങ്കയെ ഏൽപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് പല പാർട്ടി അംഗങ്ങൾക്കും തോന്നുന്നതായി സൂചനയുണ്ട്. ഈ സമ്മേളനത്തിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം പാർട്ടിയുടെ ഭാവിയിൽ ഒരു വലിയ പങ്കിന് വഴിയൊരുക്കിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.